എല്ലാ ദിവസത്തെ പോലെ ഇന്നും ഒരു ചായയിലാട്ടോ തുടക്കം. അപ്പം ഞാൻ എഴുന്നേറ്റ വഴി അച്ചാച്ചയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോന്നു. ആ കൂടെ പയ്യെ തക്കുടു എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ മുഴുവൻ ഇവിടെ സ്ലാബിൽ കയറിയുള്ള ഇരിപ്പായിരിക്കും. അപ്പോൾ വന്നു അവിടെ എടുത്തിരുത്താൻ പറഞ്ഞാൽ സൈഡിൽ കയറി വന്ന് ഇരിപ്പുണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ തിളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി ഓരോരോ കാര്യമൊക്കെ പറഞ്ഞ് എന്നോട് എടുക്കാവോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമോ കേട്ടോ ഇറങ്ങി. തക്കൂട് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് പയ്യെ പോയിട്ടുണ്ട് കേട്ടോ അച്ചാച്ചയുടെ അടുത്തേക്ക്. അപ്പോഴത്തേക്കും ഞാൻ ചായ എടുത്തു. ഇനി ചായ കൊണ്ടുപോയി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ രണ്ടുപേരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ കുടിക്കൂല. അച്ചാച്ചയുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടെ ഇനി അവരുടെ കാര്യങ്ങൾ പല്ല് തേപ്പ് കുളി പരിപാടിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നോളും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അത്യാവശ്യം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ കേട്ടോ സമയം കൊണ്ട്. ഞാൻ ഇന്ന് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും കഴിക്കില്ല. ഭയങ്കര മടി അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി. പക്ഷെ അംഗൻവാടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും കഴിക്കും എന്നാട്ടോ ടീച്ചർ പറഞ്ഞേ. പ്രത്യേകിച്ച് മുട്ടയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി അതിൻ്റെ ഉണ്ണി കഴിക്കത്തില്ല. ഭയങ്കര ഡിമാൻഡാണ് ഓരോരോ കാര്യങ്ങൾക്ക്. എനിക്ക് അങ്ങനെ തന്നാൽ ഞാൻ കഴിക്കൂല, എനിക്കത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ. പക്ഷെ അംഗൻവാടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള പിള്ളേർ കഴിക്കുന്നത് കാരണമായിരിക്കും വയറൊക്കെ എപ്പോഴും നിറഞ്ഞേ ഇരിക്കത്തുള്ളൂ. തിരിച്ച് വരുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല വയറൊക്കെ നിറഞ്ഞ് നല്ല മിടുക്കിയായിട്ടേ വരുള്ളൂ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെയാണ് തിരിച്ച് വരുള്ളൂ. എല്ലാ കൂട്ടവും കഴിക്കുകയും ചെയ്യുമെന്ന് പറയാം. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഓരോരോ കാര്യത്തിനും ഓരോരോ ഡിമാൻഡാണ്. അപ്പം ഞാൻ ഈ കുപ്പിക്ക് ഒരു കുപ്പി വെള്ളം എല്ലാ ദിവസവും കൊടുത്തു വിടും. 1 ലിറ്ററിൻ്റെ കുപ്പി. അപ്പം അത്യാവശ്യം അതിനൊരു കുപ്പി വെള്ളവും അത് കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ അത് കഴിഞ്ഞ് മേടിച്ച് കുടിക്കാറുണ്ടെന്നൊക്കെ ടീച്ചർ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു. അപ്പോഴത്തേക്കും മകൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് മറ്റേ ദേഹം മാത്രമേ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ ഒന്നാമത്തെ തല കഴുകി വിട്ട് കഴിഞ്ഞാൽ മുടി ഉള്ളത് കാരണം ഉണങ്ങൂല. രണ്ടാമത്തെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു ജലദോഷക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം വരുന്നത് കാരണം എങ്ങനെ പോയി കഴിഞ്ഞാലും ജലദോഷവും പനിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളല്ലേ വരുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ അടുത്തോടെ പോയാൽ മതി, അപ്പോഴത്തേക്കും ഓരോരോ കാര്യങ്ങൾ കയറി പിടിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇവക്ക് മുടി കെട്ടാനൊക്കെ എൻ്റെ ദൈവമേ ഇതുപോലെ മടിയുള്ളൊരു കൊച്ച് ഭയങ്കര ഇതാട്ടോ. ഞാൻ ചീപ്പും കൊണ്ട് ചെല്ലുന്ന വഴി എന്തൊക്കെ ആക്ഷനാണോ കാണിക്കുന്ന. പുള്ളിക്ക് ഉറക്കം വരുവാണോ, വേദന എടുക്കുവാണോ, തലയ്ക്ക്, അങ്ങനെ പല പല കാര്യങ്ങളാട്ടോ. മല്ലി പിടിച്ചിരുത്തിയാണ് ഞാൻ ഒരുക്കി വിടുന്നത്. അപ്പോൾ അംഗൻവാടി ചെല്ലുമ്പോഴത്തേക്കും ടീച്ചർമാർ ചോദിക്കുകയും ചെയ്തു, ഇത് എന്നീ തലയിലൊക്കെ ഇത്രയും അലങ്കാരപ്പണികളും കാര്യങ്ങളും ഒക്കെ കാണിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഇത് ഇരുന്ന് തരുമോ എന്ന് ചോദിക്കും കേട്ടോ. ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി എന്തെല്ലാം തത്രപ്പാട് പെട്ടിട്ട് അതിനെ ഒരുക്കി വിടുന്നതെന്ന്. എനിക്കാണെങ്കിൽ ഒരുക്കാണ്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കും എന്തോ പോലെ തോന്നുവേ. അപ്പോൾ കടന്ന് രാവിലെ നല്ല അടിയുണ്ടാക്കും ഞാനോളും. എന്തോരം വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഒരുക്കാണ്ട് വിടൂല കേട്ടോ. ഇതുപോലെ മല്ലി പിടിച്ചിരുന്ന് ഒരുക്കി പറക്കി കണ്ണൊക്കെ എഴുതി വാലൊക്കെ ഇട്ട് സുന്ദരിയാക്കി വിടത്തുള്ളൂ. പക്ഷെ അങ്ങനെ വിട്ടില്ലെങ്കിൽ അവൾക്കും ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് ഒരുങ്ങുന്നതൊക്കെ ഭയങ്കര കാര്യമാണ്. അല്ലെങ്കിൽ ചോദിക്കും, നീ ഇന്ന് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാത്ത, എന്നെ സുന്ദരിയാക്കാത്ത എന്നാന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ മുഖമൊക്കെ വീർപ്പിച്ചുകൊണ്ട് നടക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ക്യാമറയും കൂടെ ഞാൻ ഓണാക്കി വെച്ചേക്കുന്നത് കാണുമ്പോഴത്തേക്കും പുള്ളിക്ക് ഗോഷ്ടി കാണിക്കലും പരിപാടിയൊക്കെ ഇച്ചിരി കൂടുതൽ ആണ് താനും. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പ്രവേശനോത്സവത്തിന് ഇട്ടുകൊണ്ട് പോയിട്ട് ആ ഉടുപ്പ് തന്നെ ഇന്നും വേണമെന്നും പറഞ്ഞുകൊണ്ട് അത് പിന്നെയും മേടിച്ചിട്ടതാട്ടോ. ആ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എനിക്കൊന്ന് അടിമാലിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അന്നേരത്തേക്ക്. അപ്പം ഞാനും ചേട്ടായും കൂടെ ഒരുങ്ങി. ചേട്ടായിക്ക് ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുങ്ങി അവളുടെ കൂടെ തന്നെ പോകും കേട്ടോ. ബാഗ് അവളോട് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ വരുമ്പോൾ കൊണ്ടുപോകാനാണ് പറഞ്ഞതേ. ഇറങ്ങി പോ. അച്ഛക്ക് രാറ്റയില്ലേ? പോ. തക്കുടൂനെ വിട്ടിട്ട് ഞങ്ങൾ അടിമാലിക്ക് വന്നു കേട്ടോ. അടിമാലിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾക്കാണെങ്കിൽ 1-2 ബുക്കൊക്കെ മേടിച്ച് കൊടുക്കാൻ ടീച്ചർ പറഞ്ഞ് എഴുതി പഠിക്കട്ടെ എന്ന് ഓർത്തോണ്ടേ. പിന്നെ ഞങ്ങൾ നളന്തയിലൊക്കെ കയറി ബുക്കും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ പോകണ്ടേ? അങ്ങോട്ട് പോകണ്ട, ആഞ്ചാലുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും അങ്ങനെ മേടിക്കാറില്ലായിരുന്നു. ഇടയ്ക്ക് എല്ലാം പോകുന്നത് കാരണം അങ്ങനെ ഒന്നും മേടിക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന അത്യാവശ്യം ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് വേണ്ട വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഒഫീഷ്യലായിട്ട് ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പെരും മഴയായിരുന്നു. അവളെ വിളിക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് ഇടിയുണ്ടായിരുന്നേ. പിന്നെ ഞാൻ പോയി ഈ വലിയ ഇടി വരുന്നതിന് ഇപ്പോൾ ഇവളെ വിളിച്ചുകൊണ്ട് വരണേന്ന് ഓർത്തോണ്ടാണ് ഞാൻ പോയത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നടക്കുകയോ ഇല്ല. അവൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെള്ളത്തിൽ കളിക്കുന്ന മഴയത്ത് പണിയുന്നതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലോട്ടേ വരില്ല. ഭയങ്കര പേടിയുള്ള കാര്യമാണേ. അത് കഴിഞ്ഞ് വേണ്ട ഞങ്ങൾ രണ്ടുപേരോട് അക്വേറിയം ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അക്വേറിയം ക്ലീൻ ചെയ്യാൻ എടുത്തതിൻ്റെ അകത്തുനിന്ന് ഒരു ചീവിടന് കിട്ടി. എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ്. പക്ഷേ ഇവളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഈ സാധനത്തിനെ കൈ കൊണ്ട് എടുക്കുന്നത്. ചത്തതുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഞാൻ അതിനെ എടുത്തു. അതെങ്ങനെ അതിൻ്റെ അകത്ത് അക്വേറിയത്തിൻ്റെ അകത്ത് വന്ന് വീണു എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ അത് എന്നെ ആയാലും എടുത്ത് കാണിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ ഞങ്ങളത് ക്ലീൻ ചെയ്യുന്നു. ഒരാഴ്ച മിച്ചമായി അത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാനതിനെ ക്ലീൻ ചെയ്തു. പക്ഷേ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാട്ടോ ആ മീനുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ജീവനോടെ നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ കാണുന്നു ഇവളതിനെ പിടിച്ച് എന്തോരം ഞെക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാലയിലൊക്കെ പിടിച്ചിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വയറെ പിടിച്ചിങ്ങനെ കാണിക്കുന്നു. ഭയങ്കര ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നേ. ആ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് ഒന്നാമത്തെ സന്ധ്യയാകാറായി. ആ കൂടെ ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ ദിവസം ഇങ്ങനെ നീണ്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്ത് വെക്കാൻ വേണ്ടി വന്ന കേട്ടോ. പക്ഷേ ഇവള് കിട്ടിയ അവസരം നല്ല രീതിയിൽ മാക്സിമം മുതലാക്കിയെന്ന് കേട്ടോ തോന്നുന്നത്. മീനിനെ ഇങ്ങനെ നോക്കി അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. നിൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും, ഇത് കണ്ടോ മീനിൻ്റെ കണ്ണെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ ഇതുപോലെ ഇട്ടാ കാണിക്കണേന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അടുത്ത് കിട്ടുന്നതല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ വെള്ളത്തിൽ പണിയാനും അതിനും ഇതിനും ഒന്നും സമ്മതിക്കാറില്ല. അപ്പോൾ പുള്ളിക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അത് തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പം ഞാൻ അവളെ പിടിക്കാൻ ചെല്ലിയായിരുന്നു പുള്ളിക്ക് അറിയാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അതിനെ അവൾ മാക്സിമം അവസരം മുതലാക്കുമായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് എന്തൊക്കെയോ പാട്ടും കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ മകള്. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഓരോരോ സംശയവും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് പുള്ളിക്കാരി ക്യാമറയിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അവളുടെ ഇത് കിട്ടുന്നുണ്ടോ, അവൾ ഇതിന്ന് കാണിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം എടുത്ത് പറക്കി പണിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ എടുത്തെടുത്ത് വെച്ചേക്കുന്ന വീഡിയോസ് ഞാൻ കാണും കേട്ടോ. അന്നേരം കൂടെ വന്നിരുന്ന് കണ്ടിട്ട് ചിലതിൻ്റെ അകത്തൊക്കെ ഇവളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും, ഇതിൻ്റെ അകത്ത് ഞാൻ എന്തിയേ, എന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ എവിടെയെങ്കിലും വണ്ടിയിലൊക്കെ പോയേക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവള് ചിലപ്പം അമ്മയൊക്കെ കൂടെ ഉള്ളപ്പോഴാണെങ്കിൽ അവരുടെ കൂടെ ഇവള് കയറിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ അനിയനൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ ബൈക്കിനൊക്കെ കയറിപ്പോവും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റാറ്റസ് ഇടാനാണെങ്കിലും ഒരു സ്റ്റോറി ഇടാനാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആണെങ്കിലും വീഡിയോ എടുത്ത് കഴിയുമ്പം ഇവളിത് കാണുമല്ലോ. കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കും, ഇതിൻ്റെ അകത്ത് എന്നെ കണ്ടില്ലല്ലോ, ഞാൻ എന്തിയായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ പറയും, നീ ആണെങ്കിൽ അവരുടെ കൂടെയായിരുന്നു അല്ലെങ്കിൽ അമ്മയുടെ കൂടെയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബഹളം വയ്ക്കും ഇവിടെ ഇരുന്ന്. അപ്പോൾ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയിൽ വെച്ചേക്കുന്നത് കാരണം പുള്ളിക്കാരി നിന്നിട്ട് നോക്കുക ചെയ്യുന്നത് അവളെ കാണാൻ പറ്റുമോന്നേ. കൈയെടുക്ക, ഞാൻ ഇതിനെ ഇങ്ങോട്ട് ഒഴിക്കട്ടെ. അത്യാവശ്യം അക്വേറിയത്തിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് അപ്പുറം കൊണ്ടുപോയി അതിനെ ഫിൽറ്ററും കാര്യങ്ങളും ഒക്കെ വെച്ച് ഫംഗി ബ്ലൂ ഒക്കെ ഒഴിച്ചിട്ട് മറ്റേ അതിനെ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കട്ടെ, മരുന്ന് കള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിനോട് ഞാൻ ചേർത്ത എണ്ണ മരിച്ചെടുക്ക തോന്നുമ്പ
ഞാനെങ്ങനെയുണ്ട്? ഞാൻ മീമിനെ കൈ വെക്കും. ഞാൻ മീമിനെ കൈ വെക്കും. ഞാൻ വലുതാവുമ്പോ നീ കൊച്ചല്ലേ, ഞാൻ വലുതാവുമ്പോ ഞാൻ മീമിനെ കൈ വെക്കാം. ഞാൻ അതിന് പീച്ചില്ലേ, പീച്ചില്ലേ, നീ അടുത്ത പീച്ച് കളയില്ലേ? ഞാൻ കണ്ണു മോന ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോൾ 2 ദിവസത്തേക്ക് ഏകദേശം ഇങ്ങനത്തെ കളറിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇനി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പുള്ളിക്കാരി മാറത്തേ ഇല്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ചാച്ച വന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ടാണ് അവൾക്ക് മേടിച്ച ബുക്കും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതുവരെ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നേ. ഇനി അതിൻ്റെ സന്തോഷപ്രകടനം കേട്ടോ കാണുന്നേ. അവളോട് നോക്കാൻ പറ. അതെന്നെ തക്കടോ? നാളെ അംഗൻവാടി പോകുമ്പോ കൊണ്ടുപോകാനുള്ളത്. അതെ, ഇത് അമ്മച്ചി എടുത്ത് വെച്ചേട്ടോ. അമ്മച്ചി ഒരേ എടുത്ത് വരും കേട്ടോ. ഏത് നോക്കി ഇവിടെ പിടിക്കേ. അതെന്നാ അക്ഷരം? റായാണോ? വേറെ ഏതക്ഷരാ ടീച്ചർ പഠിപ്പിച്ചേ? അത് മായത്തില്ലേ? ഒരു സ്ലൈറ്റ് തെളിയല്ലായിരുന്നു, ഒരെണ്ണം മായ. ഇഷ്ടപ്പെട്ടോ? വെള്ളം കൂട്ടി തൂക്കണം തോന്നുന്നുണ്ട്. എന്താ അത് പെട്ടെന്ന്? അതാരാ അത്? മിക്കി. അതേതാ അക്ഷരം? രായാണോ? ഇതേതക്ഷരം? ഇതേതക്ഷരോ? രാ എഴുതിക്കേ. രാ. ആ മതി 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 മതി. ദാ എഴുതിക്കേ. ദാ ദാ എത്തിയില്ലെന്ന് തോന്നുന്നു. ഒന്ന് എഴുതിക്കേ. ഒന്ന്. ആ മിക്കി. 2 എഴുതിക്കേ. അമ്മ പൊന്നു മിക്കി. കുഞ്ഞ് ചൂടുണ്ട്.